ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഹിന്ദിയാണ്. ഹിന്ദിയിലെ നമ്മുടെ 3ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ പാഠമാണ് കേട്ടോ നമ്മളിന്ന് എടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 2 യൂണിറ്റിൻ്റെ എല്ലാ പാഠങ്ങളും നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള റിംജിം എന്നുള്ള യൂണിറ്റിൽ പേഡ്ക ജാദു എന്നുള്ള ഒരു കഹാനി ഉണ്ട്. ആ പാഠം നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും നമ്മുടെ പ്ലേലിസ്റ്റ്, ഹിന്ദിയുടെ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 3ാമത്തെ യൂണിറ്റിലെ അവസാന പാഠമായിട്ടുള്ള വർഷ ആയി എന്നുള്ള കവിതയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുമ്പായി നമ്മൾ എന്നും പറയുന്ന കാര്യമാണ്, നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലാസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതുപോലെ ക്ലാസ് ഏതാണ് നെക്സ്റ്റ് വേണ്ടതെന്നുള്ള കാര്യങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ 3ാമത്തെ യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്റർ, ലാസ്റ്റ് ചാപ്റ്റർ വർഷ ആയി എന്നാണ് കേട്ടോ. വർഷ ആയി. അപ്പോൾ എഴുതിയിരിക്കുന്നത് ഇതൊരു നമ്മൾ ഫസ്റ്റത്തെ ചാപ്റ്റർ ഒരു കഹാനിയായിരുന്നു, പക്ഷെ ഇത് കവിതയാണ്. അപ്പോൾ വർഷ എന്നുള്ളൊരു കവിതയാണ്. അപ്പോൾ എഴുതിയിരിക്കുന്ന കവിത എഴുതിയിരിക്കുന്ന കവി ബാലകൃഷ്ണ ഗർഗാണ്. അപ്പോൾ എന്താണ് വർഷ എന്ന് വെച്ചാൽ, വർഷ ആയി, എന്താ വർഷ ആയി എന്ന് വെച്ചാൽ, അതെ, എന്താണ്, മഴയാണ് അല്ലേ. മഴ വന്നു, മഴ വരുന്നതിനാണ് വർഷ ആയി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, വരികൾ വായിക്കാം, എന്നിട്ട് അതിൻ്റെ അർത്ഥം പറയാം കേട്ടോ. അപ്പോൾ ആദ്യം റീഡ് ചെയ്യാം. എന്താണ് ഫസ്റ്റ് വരി, എന്താണ്, റിംചിം റിംചിം അല്ലേ. റിംചിം റിംചിം വർഷ ആയി. റിംചിം റിംചിം എന്ന് വെച്ചാൽ എന്താ, റിംചിം റിംചിം എന്ന് വെച്ചാൽ അതെ, ചാറ്റൽ മഴനെയാണ് റിംചിം റിംചിം എന്ന് പറയുക കേട്ടോ. ചാറ്റൽ മഴനെയാണ് റിംചിം റിംചിം എന്ന് പറയുക. വർഷ ആയി, മഴ എങ്ങനെ വന്നു, അതെ, ചാറ്റൽ മഴ അല്ലേ. ചന്നം, അതായത് മഴയുടെ ഒരു ശബ്ദം കൂടിയാണ് റിംചിം റിംചിം എന്ന് പറയുന്നത്. ചന്നം പിന്നാലെ ആ ശബ്ദമാണ്. അപ്പൊ മഴ വന്നു അല്ലേ, മഴ വന്നു. ധർത്തി കി സബ് പ്യാസ് ബുജായി. ധർത്തി, ആരാണ് ധർത്തി എന്ന് പറയുന്നത്, ആരെയാണ് നമ്മൾ ധർത്തി പറയുക, ഭൂമിയിൽ, ഭൂമിനെയാണ് ധർത്തി എന്ന് പറയുക. ധർത്തി കി സബ് പ്യാസ് ബുജായി, അതായത് ഭൂമിയുടെ എന്ത്, ഭൂമിയുടെ ദാഹം, പ്യാസ് എന്ന് വെച്ചാൽ എന്താ, ദാഹം, ബുച്ചായി എന്ന് വെച്ചാൽ ശമിപ്പിച്ചു. മഴ വന്നിട്ട് എന്ത് സംഭവിച്ചു, ഭൂമിയുടെ ദാഹം ശമിപ്പിച്ചു. അടുത്തത് നെക്സ്റ്റ് വരി എന്താണ്, അതെ, ശ്യാം ഘടായെ ഗൂംടെ രഹി ഹേ. ആരാണ് ശ്യാം എന്ന് പറയുന്നത്, ശ്യാം ഘടായെ ഗൂംടെ രഹി ഹേ. എന്താണ് അതിന്റെ അർത്ഥം, എന്താണ്, കരിമേഘങ്ങളിലെ, അതായത് മഴയ്ക്ക് വരുന്ന കാർമേഘങ്ങളെയാണ് പറയുന്നത്. കാർമേഘങ്ങൾ എങ്ങനത്തെ കാർമേഘങ്ങളാണ്, ഉരുണ്ടു കൂടിയിട്ടാണ് വരുന്നത്. എങ്ങനെയാ വരുന്നത്, ഉരുണ്ടു കൂടിയിട്ട് വരുന്നു അല്ലെ. കാർമേഘങ്ങൾ ഉരുണ്ടു കൂടിക്കൊണ്ട് വരികയാണ്. നദി നാലിയാം ഉംടെ രഹി ഹേ. നദി, അതായത് നദിയും തോടുകളും. നാലിയാം എന്ന് വെച്ചാൽ എന്താ, തോടുകൾ. നദി വെച്ചാൽ അറിയാലോ, പുഴ. നാലിയാന്ന് വെച്ചാൽ തോടുകൾ. അപ്പോൾ നദിയും തോടുകളൊക്കെ എങ്ങനെയാണ് മഴ പെയ്തിട്ട് കവിഞ്ഞൊഴുകുന്നല്ലോ അല്ലേ, കവിഞ്ഞ് ഒഴുകുന്നല്ലോ എന്ന് പറയുകയാണ്. അതായത് പുഴയും തോടുകളൊക്കെ നിറഞ്ഞു ഒഴുകുന്നു. ബരേ ഹുയി ഹേ താൽ തലയാം, അതായത് ബരേ ഹുയി ഹേ താൽ തലയാം, എന്താണ്, കുളങ്ങൾ അല്ലേ. കുളങ്ങളൊക്കെ എങ്ങനെയാണ്, നിറഞ്ഞു കവിഞ്ഞു പോകണം അല്ലേ. കുളങ്ങളൊക്കെ എങ്ങനെയാണ്, നിറഞ്ഞു കവിഞ്ഞു പോവാണ്. അതായത് മഴ വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും, തീർച്ചയായിട്ടും നിറഞ്ഞു കവിഞ്ഞു ഒഴുകുമല്ലോ. മഴ പെയ്തു കഴിഞ്ഞാൽ പുഴയും തോടുകളും അതുപോലെ കുളങ്ങളെല്ലാം നിറയുമല്ലോ അല്ലേ. അപ്പൊ അതാ പറയണത്, ബരേ ഹുയി ഹേ താൽ തലയാം ഭൂന്തേ ഖർത്തി താ താ തയ്യാ. അപ്പൊ ആരാണത്, അതെ, തുള്ളികള്, അതായത് മഴത്തുള്ളികളെ പറയണത് കേട്ടോ. മഴത്തുള്ളികൾ എന്ത് ചെയ്യുന്നു, അതെ, മഴത്തുള്ളികള് ആ സൗണ്ടാണ്. മഴത്തുള്ളികൾ നിലത്ത് വീഴുമ്പോൾ ഉണ്ടാകുന്ന ഒരു സൗണ്ടാണ് താത്താ തയ്യ എന്നുള്ള ശബ്ദത്തിൽ നിലത്ത് വീഴുകയാണ് മഴയിൽ അല്ലെ. അതായത് ഇവിടെ തുള്ളികൾ നൃത്തമാടുന്നു എന്നൊരു അർത്ഥമാണ് കേട്ടോ ഇവർക്ക് വരുന്നത്. അടുത്തത് മേഡക് ഠർ ഠർ താൽ ലഗാത്തേ. മേഡക് ആരാണ്, മേഡക് എന്ന് പറഞ്ഞാൽ ആരെയാണ്, തവളകളെയാണ് അല്ലെ. തവളകളാണ്. അപ്പൊ തവളകൾ ഉണ്ടാക്കുന്ന ശബ്ദം എന്താണ്, ഠർ ഠർ എന്നുള്ള ശബ്ദം ഉണ്ടാക്കുന്നു. തവളകള് ഠർ ഠർ എന്നുള്ള ശബ്ദത്തിൽ താളമിടുന്നു എന്നാണ് പറയുന്നത്. താൽ ലഗാത്തെ വെച്ചാൽ താളമിടുന്നു. അടുത്തത് ചിങ്കൂർ ഛൻ ഛൻ ഛാഞ്ച് ബജാത്തെ. ആരാണ് ചിങ്കൂർ എന്ന് പറയുന്നത്, അതെ, ചീവീടുകൾ അല്ലെ. ചീവീടുകൾ എന്ത് ചെയ്യുന്നു, ഛൻ ഛൻ, ഛൻ ഛൻ എന്നത് ചീവീടുകൾ ഉണ്ടാക്കുന്ന ശബ്ദമാണ്. അപ്പൊ ഛൻ ഛൻ എന്ന ശബ്ദത്തിൽ എന്ത് ചെയ്യാണ്, അതെ, കൈത്താളം മുഴക്കുന്നു. ഛാഞ്ച് ബജാത്തെ വെച്ചാൽ കൈത്താളം മുഴക്കുന്നു എന്നാണ് കേട്ടോ. കൈത്താളം മുഴക്കുന്നു. പി ഹാ പി പി ഗീത് സുനാത്ത. ആരാണ്,
അതെ, വേഴാമ്പലുകൾ എങ്ങനെയാണ് പാട്ട് പാടുന്നത്? പി പി എന്ന് പറഞ്ഞിട്ട് ഗീത് സുനാത്ത എന്ത് ചെയ്യുന്നു? അതെ, പാട്ട് പാടുന്നു അല്ലേ? നെക്സ്റ്റ് വരി മോർ മഗ്നെ ഹോ നാച്ച് ദിഖാത്ത. ആരാണ് മോറ്? അതെ, മയിൽ അല്ലേ? മയിൽ എന്ത് ചെയ്യാണ്? അതെ, മോർ മകൻ ഹോ നാച്ച് ദിഖാത്ത. മയിൽ എന്ത് ചെയ്യുന്നു? ചിന്തയിലാണ്ട മയില്, അതെന്തോ ചിന്തിച്ചിരുന്ന മയില് നൃത്തമാടുന്നു. ഓക്കെ, ചിന്തയിൽ നിന്ന് ഉണർന്നിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങുകയാണ്? മയില് നൃത്തമാടുകയാണ് അല്ലെ? അടുത്ത വരി സംഗീത് ബഡാ സുഖ്ദായി. എന്താണ്? നല്ല സുഖകരമാണ് ഈ സംഗീതം. റിംചിം റിംചിം വർഷ ആയി. എന്താ അവസാനത്തെ വരി? അഗൈൻ റിംചിം റിംചിം വർഷ ആയി. ചന്നം പിന്നം എന്ത് ചെയ്തു? അതെ, മഴ പെയ്തല്ലോ. അപ്പൊ മഴ പെയ്തതിനു ശേഷം ഉണ്ടാവുന്ന ഒരു കാലാവസ്ഥ, അതിൽ സന്തോഷിക്കുന്ന ജീവികള്, അതല്ല അല്ലെ? മഴ പെയ്യുന്നു പറഞ്ഞാൽ മനുഷ്യർക്ക് മാത്രമാണ് സന്തോഷം എന്നല്ല, ഒരുപാട് ജീവികൾക്ക് സന്തോഷമാണ്. അപ്പൊ എല്ലാ ജീവജാലങ്ങൾക്കും സന്തോഷമായിരിക്കും അല്ലെ? അപ്പൊ മഴ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭൂമിയിൽ വരുന്ന മാറ്റം, അതുപോലെ അവിടുത്തെ ജീവജാലങ്ങൾക്ക് വരുന്ന ആ ഒരു ഹാപ്പിനെസ് എല്ലാമാണ് നമുക്ക് ഈ കവിതയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. നമുക്കിനി എന്ത് ചെയ്യാം? അതെ, നമുക്കിനി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ എന്തൊരു ചെറിയൊരു പോസ്റ്റർ തന്നിട്ടുണ്ട്. എന്താ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്? നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ വായിക്കാം. ഉചിത് സന്ദേശ് ചോട് പോസ്റ്റർ കി പൂർത്തി കരേ. അതായത് മരത്തിന്റെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? അപ്പൊ മരവുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു വാക്യമാണ് ഇവിടെ. ഉത്തരം തന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്താണോ, ഈ പോസ്റ്ററിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു വാക്യം എന്താണോ അതാണ് ഇവിടെ എടുത്ത് എഴുതേണ്ടത്. ഫസ്റ്റ് എന്താണ്? പേട് ലഗായേ ഹരിയാലി ഫൈലായേ, പാനി അമൂല്യ ഹേ, ജൽ ജീവൻ കാ ആധാർ ഹേ. അപ്പൊ ഇത് രണ്ടും വെള്ളവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ? അപ്പൊ ഫസ്റ്റ് വണ്ണാണ് മരവുമായി ബന്ധപ്പെട്ടത്. അപ്പൊ അതാണ് ആൻസർ. അടുത്ത ചോദ്യം, സഹി മിലാൻ കരേ ഓർ ലിഖേ. അപ്പൊ കറക്റ്റ് ആയിട്ടുള്ള വരച്ച് യോജിപ്പിക്കുക, അല്ലെങ്കിൽ ഇവിടേക്ക് എടുത്ത് എഴുതുകയാണ് ചെയ്യേണ്ടത്. അത് നമ്മൾ ഓരോ ജീവികൾ ഉണ്ടാക്കുന്ന ശബ്ദത്തെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ? അപ്പൊ ഇവിടെ ജീവികളെല്ലാം ശബ്ദത്തെ കുറിച്ചിട്ടും ആ ശബ്ദം ഉണ്ടാക്കുന്നത് ആരാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വരികളായിട്ട് പറയുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ കറക്റ്റ് ആയിട്ട് ഇവിടെ വരികൾ എടുത്ത് എഴുതുകയാണ് ചെയ്യുന്നത്. വരികളെ സ്പ്ലിറ്റ് ചെയ്തിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് അത് ജോയിൻ ചെയ്ത് വരിയാക്കിയിട്ടാണ് എഴുതേണ്ടത്. അപ്പൊ നമുക്ക് ലൈൻസ് നോക്കിയാൽ മനസ്സിലാവും കവിതയിലെ. ഇവിടെ ഒന്നാമത്തെ ചെയ്തിട്ടുണ്ട്, റിംചിം റിംചിം. ആരാണ് റിംചിം റിംചിം ശബ്ദം ഉണ്ടാക്കുന്നത്? മഴ അല്ലെ? അപ്പൊ എങ്ങനെ വന്നു എന്നാ പറയുന്നത്? വരി റിംചിം റിംചിം വർഷ ആയി. അപ്പൊ അതാണ് ഇവിടെ കറക്റ്റ് ഓർഡറിൽ എഴുതിയിരിക്കുന്നത്. അടുത്തതോ ധർത്തി കി പ്യാസ് ബുജായി. അപ്പൊ അതാണ് എഴുതേണ്ടത്, ധർത്തി കി പ്യാസ് ബുജായി. അടുത്തത് ശ്യാം ഖഡായെ എന്താണ്? ഘൂംടെ രഹി ഹേ. നെക്സ്റ്റ് നദി നാലിയാം ഉംടെ രഹി ഹേ, താൽ തലയ്യ ഭരെ ഹുയി ഹേ. അപ്പൊ കണ്ടോ, വരികള് ഓർഡർ തെറ്റിച്ച് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓർഡർ തെറ്റിച്ച് കൊടുത്തിരിക്കുകയാണ് അല്ലേ? അപ്പൊ അത് കറക്റ്റ് ആയിട്ട് എഴുതുകയാണ് ചെയ്യേണ്ടത്. അടുത്തത് മൻ പസന്ത് പന്തിയോം കോൻ സി ഹേ ലിഖേ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ, അതായത് ഈ കവിതയിൽ നിങ്ങൾക്ക് ഏത് വരികളാണോ ഇഷ്ടപ്പെട്ടത് ആ വരികൾ എടുത്ത് എഴുതുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അടുത്ത ചോദ്യം, അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കൂ. അതെ, ഇവിടെ കുറച്ച് ഓരോരുത്തരെയും കൊടുത്തിട്ടുണ്ട്. മഴത്തുള്ളികളുണ്ട്, അതുപോലെ മയിലുണ്ട്, പിന്നെ ആരൊക്കെയാണുള്ളത്? ചീവീടും അതുപോലെ തവളയൊക്കെ ഉണ്ട് അല്ലെ? അപ്പൊ ഇവരുണ്ടാക്കുന്ന ശബ്ദത്തെ കുറിച്ച് നമ്മുടെ കവിതയിൽ പറയുന്നുണ്ട് അല്ലെ? ചൻ ചൻ, ടർട്ടർ, റിംചിം റിംചിം. അപ്പൊ ഇല്ല, ഓരോരുത്തർ ഉണ്ടാക്കുന്ന ശബ്ദമാണ് ഇവിടെ എഴുതുന്നുണ്ട്. അപ്പൊ മഴത്തുള്ളി ആണെങ്കിൽ എന്താ ശബ്ദം? റിംചിം റിംചിം അല്ലെ? ചന്നം പിന്നെ ആ റിംചിം റിംചിം. പിന്നെയോ നമ്മുടെ ചീവീട് ഉണ്ടാക്കുന്ന ശബ്ദം എന്താണ്? അതെ, ചൻ ചൻ. അതുപോലെ തവള ഉണ്ടാക്കുന്ന ശബ്ദം എന്താണ്? ടർട്ടർ. കണ്ടോ, ഇതുപോലെ എടുത്ത് എഴുതുക. മനസ്സിലായില്ലേ? അടുത്തത് നെക്സ്റ്റ് എന്താണ്? കവിത സേ ദുഖാത് ശബ്ദാവാലി പന്തിയോ ചൂൻകർ ലിഖേ. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് റിംചിം റിംചിം വർഷായി, ധർത്തി കി സ പ്യാസ് ബുജായി. അതായത് ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ലൈക്ക് റൈമിംഗ് വേർഡ്സ് പോലെ വരുന്ന വരികൾ എടുത്ത് എഴുതുക. മനസ്സിലായില്ലേ? അതായത് നമുക്ക് റീഡ് ചെയ്യുന്ന സമയത്ത് അവസാനം ഒരേപോലെ വാക്കുകൾ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് ഉച്ചരിക്കുമ്പോൾ ഒരേപോലെ ശബ്ദം വരുന്ന വരികളാണ് എഴുതേണ്ടത് കേട്ടോ. ഇവിടെ അടുത്ത് നമുക്ക് ഉത്തരം എന്ത് എഴുതാം? ബരെ ഹുയി ഹേ താൽ തലയാം ബൂന്തേ കർത്തി താത്താ തയ്യ. അടുത്തത് മേഡക് ടർ താൽ ലഗാത്തെ ചിങ്കൂർ ചഞ്ചൻ ഛാഞ്ച് ബജാത്തെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചിത്ര ദേഖേ വാക്യ ബഡേ. അതായത് ചിത്രം നോക്കിയിട്ട് എന്ത് ചെയ്യുക? സെന്റൻസ് ഉണ്ടാക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നോക്കൂ, വരണ്ട ഒരു കാലാവസ്ഥയാണ് കൊടുത്തിരിക്കുന്നത്. വരണ്ട ഒരു കാലാവസ്ഥയാണ്. അപ്പൊ എന്തൊക്കെയാണ് വരികൾ നോക്കൂ. താലാബ് മേ പാനി നഹി ഹേ. താലാബ് എന്ന് വെച്ചാൽ എന്താ? കുളം. കുളത്തിൽ വെള്ളമില്ല. അടുത്തതോ പേട് പർ പത്തേ നഹി ഹേ. മരത്തിൽ എന്തില്ല?
അതെ, പത്തെ എന്ന് വെച്ചാൽ ഇല ഇല്ല അല്ലെ, ഇലകളൊന്നുമില്ല. അതുപോലെ പൗധേ പർ ഫൂൽ നഹി ഹേ. അതുപോലെ ചെടികള്, പൗധേ വെച്ചാൽ ചെടി, അപ്പൊ ചെടിയിൽ എന്തില്ല, പൂക്കൾ അല്ലെ, പൂക്കളൊന്നുമില്ല, പൂവൊന്നുമില്ല. അതുപോലെ താലബ് മേ മച്ഛലി ഓർ മേഡക് നഹി ഹേ. അതുപോലെ കുളത്തിൽ മീനും തവളയൊന്നും ഇല്ല. എന്നാൽ അടുത്ത ചിത്രം നോക്കൂ, ഇതിനെല്ലാം നേരെ ഓപ്പോസിറ്റ് ആണ് അടുത്ത ചിത്രത്തിൽ അല്ലെ. കുളത്തിൽ വെള്ളമുണ്ട്, മരത്തിൽ എന്തുണ്ട്, ഇലകളുണ്ട്, അതുപോലെ ചെടികളിൽ പൂക്കളുണ്ട്, കുളത്തില് മീനും തവളയും ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, സെന്റൻസ് എഴുതുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം നോക്കൂ. ഫസ്റ്റ് ഇവിടെ എന്താ എഴുതിയിരിക്കുന്നത്, താലബ് മേ പാനി നെഹി ഹേ, ഇല്ല എന്ന് പറയുമ്പോൾ നെഹി ഹേ. ഇവിടെ ഉണ്ട് അല്ലെ, അപ്പൊ നമ്മുടെ നെഹിന്റെ ആവശ്യമുണ്ടോ, ഇല്ല, അപ്പൊ താലബ് മേ പാനി ഹേ. അടുത്തതോ പേട് പർ എന്താണ്, पेड़ पर पत्ते है. पौधे में फूल है. അടുത്തതോ താലബ് में मछली और मेढक है. മനസ്സിലായില്ലേ? അടുത്തത് रंग दे പഹ്ചാനെ ലിഗെ, അതായത് കളർ കൊടുത്തിട്ട് എന്ത് ചെയ്യണം, എണ്ണീറ്റ് എഴുതും കൂടെ വേണേ. അപ്പൊ ഇവിടെ നോക്കുക, നമ്മൾ സംഖ്യകളാണ് പറയണത് കേട്ടോ. നമുക്കറിയാം എല്ലാവർക്കും 1 തൊട്ട് അറ്റ്ലീസ്റ്റ് ഒരു 10 വരെയെങ്കിലും ഹിന്ദിയിൽ എഴുതാൻ അറിയാമെന്ന് കരുതുന്നു. അതായത് നമ്മളിപ്പോൾ 1 2 3 നമ്മൾ ഇംഗ്ലീഷ് എഴുതുന്ന പോലെ ഹിന്ദിയിൽ 1 2 3 എഴുതാൻ അറിയാമെന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ പഠിക്കുക, 1 തൊട്ട് 10 വരെ നമ്മൾ ഒരു 20 വരെയെങ്കിലും മിനിമം പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ഇവിടെ എന്താണ്, കുറച്ച് നമ്മൾ നമ്പേഴ്സ് തന്നെയാണ്. നമ്പേഴ്സിന് ഇംഗ്ലീഷിൽ എങ്ങനെയാണ്, നമ്മൾ ഇംഗ്ലീഷിൽ പറയാൻ നമുക്ക് അറിയാം അല്ലെ, മലയാളത്തിൽ 1 2 പറയുന്ന പോലെ അതേപോലെ ഹിന്ദിയിൽ പറയുന്നതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എല്ലാ സംഖ്യകളും ഇല്ല. അപ്പൊ ഇവിടെ ഓരോ നമ്മൾ എണ്ണി നോക്കി എന്ത് ചെയ്യുക, എഴുതുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അവിടെ ചിടിയാം പക്ഷികൾ അല്ലേ, പക്ഷികൾ ഇതവിടെ നോക്കൂ, എത്ര ഉണ്ട്, 1 2 3 4 5 6. അതായത് അറിയാലോ നിങ്ങൾക്ക്, 1 2 3 4 5. അടുത്തെന്താ, ജഹ്, ഇപ്പൊ 6 ഉണ്ട് അല്ലെ, അപ്പൊ അതാണ് ജഹ് എന്ന് എഴുതിയിരിക്കുന്നത്. അടുത്തത് ആം എത്ര ഉണ്ട്, 7 ഉണ്ട് അല്ലെ. അപ്പൊ 7 എന്താണ് ഹിന്ദിയിൽ പറയാ, സാത്ത്. അപ്പൊ എങ്ങനെ എണ്ണും, 1 2 3 4 5 6 7. അപ്പൊ എത്ര ഉണ്ട്, സാത്ത്. അടുത്തത് മച്ഛലിയാം മീനുകൾ എത്ര ഉണ്ട്, 1 2 3 4 5 6 7 8. 8 എന്ന് വെച്ചാൽ 8. അടുത്തത് ഫൂൽ എന്ന് വെച്ചാൽ എന്താ, അതെ, ഫൂൽ എന്ന് വെച്ചാൽ എന്താ, ഫ്ലവേഴ്സ്. അപ്പൊ എത്ര ഉണ്ട് ഫ്ലവേഴ്സ് എണ്ണി നോക്കൂ, 1 2 3 4 5 6 7 8 9 അല്ലേ. അടുത്തതോ തിത്തിലിയ എന്ന് വെച്ചാൽ പൂമ്പാറ്റകൾ എത്ര ഉണ്ട്, 1 2 3 4 5 6 7 8 9 10. എത്ര ഉണ്ട്, 10 ഉണ്ട് അല്ലെ. 10ന് 10 എന്ന് പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, പഠിച്ചില്ലേ, 1 തൊട്ട് 10 വരെ എല്ലാവർക്കും എണ്ണം പഠിച്ചല്ലോ അല്ലെ. ഒന്നെന്താണ്, 1 1 2 3 4 5 6 7 8 9 10. ഓക്കെ, അപ്പൊ മസ്റ്റ് ആയിട്ട് അത് പഠിച്ചു വെക്കുക കേട്ടോ. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ശബ്ദ ബനായേ. നമ്മൾ ഈ പാഠത്തിൽ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് ആയിട്ടുള്ള നമ്മൾ പാഠങ്ങളിൽ നമ്മൾ കുറെ ന്യൂ വേർഡ്സ്, പല വേർഡ്സ് പഠിക്കുന്നില്ല. ആ പാഠത്തിലുള്ള വാക്കുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ കറക്റ്റ് ആയിട്ട് എവിടെയാണ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം, വർഷ അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഇതുപോലെ സർക്കിൾ ചെയ്തിട്ട് അത് ഇങ്ങോട്ട് എടുത്ത് എഴുതുക, മനസ്സിലായില്ലേ. അതുപോലെ ചിടിയ, മോർ, മേഡക്, ധർത്തി, പിന്നെ ആരാ, ഗിൽഹരി, ധൂപ്. അപ്പോൾ ഇത് എന്ത് ചെയ്യുക, ഇങ്ങനെ നമ്മളൊരു സർക്കിൾ മാത്രമേ ചെയ്തു, വട്ടം മാത്രമേ വരച്ചിട്ടുള്ളൂ. അത് ആ വാക്കുകൾ ഇങ്ങോട്ട് എടുത്ത് എഴുതും കൂടെ ചെയ്യുക കേട്ടോ. ഇനിയും ഉണ്ടാവും ഇതുപോലെ ഒരുപാട് വാക്കുകൾ നമ്മൾ വിട്ടുപോയി, അതായത് നമ്മൾ സർക്കിൾ ചെയ്യാൻ വിട്ട വേർഡ്സ് ഉണ്ടാവും. അപ്പോൾ അതും കൂടെ സർക്കിൾ ചെയ്തിട്ട് ഇങ്ങോട്ട് എടുത്ത് എഴുതുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നമ്മൾ 5ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ നമ്മുടെ അവസാനത്തെ, അതായത് നമ്മുടെ ഹിന്ദിയിലെ 3ാമത്തെ യൂണിറ്റ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്, കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായി കാണുന്നു കരുതുന്നു. ക്ലാസ് ഇഷ്ടമാവണം ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. താങ്ക്